2 വർഷം നീണ്ട രക്തരൂക്ഷിതമായ യുദ്ധത്തിനും പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവഹാനിക്കും ഒക്കെ ശേഷം ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായൊരു പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അന്താരാഷ്ട്ര അംഗീകാരം നൽകിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത 20 പോയിന്റ് സമാധാന പദ്ധതിക്ക് നവംബർ 17 നടന്ന വോട്ടെടുപ്പിൽ 13 രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചു. ഈ പ്രമേയം അംഗീകരിച്ചതോടെ ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കാനും ട്രംപ് അധ്യക്ഷനായ ഒരു താൽക്കാലിക ഭരണസമിതി ബോർഡ് ഓഫ് പീസ് സ്ഥാപിക്കാനും വഴിയൊരുങ്ങുകയാണ്. എങ്കിലും ഈ സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഹമാസ് ഈ പ്രമേയത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഈ സുപ്രധാന തീരുമാനത്തിന്റെ പ്രധാന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. US അവതരിപ്പിച്ച പ്രമേയം 13-0 എന്ന ഭൂരിപക്ഷത്തിൽ പാസ്സായപ്പോൾ സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ഈ പ്രമേയത്തിന് അറബ് ലോകത്തു നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നു. ഇനി ഈ പ്രമേയത്തിലെ പ്രധാന നിർദ്ദേശങ്ങളൊന്ന് നോക്കാം. അന്താരാഷ്ട്ര സ്ഥിരതാ സേന, അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഗാസയിൽ സുരക്ഷാ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും സമാധാനം ഉറപ്പുവരുത്തുന്നതിനും ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ പ്രമേയം അംഗീകാരം നൽകുന്നു. ഈ സേന തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുക, ആയുധങ്ങൾ നീക്കം ചെയ്യുക, ഗാസയെ നിരായുധീകരിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. അടുത്തത് ബോർഡ് ഓഫ് പീസ് ആണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായി ഗാസയുടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാനായി ഒരു താൽക്കാലിക ഭരണസമിതിക്ക് രൂപം നൽകാനും പ്രമേയം അനുമതി നൽകുന്നുണ്ട്. അടുത്തതായി പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള പാതയാണ്. അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി US പ്രമേയത്തിൽ ഒരു നിർണായക ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പലസ്തീൻ അതോറിറ്റി പരിഷ്കരിക്കുകയും ഗാസയുടെ പുനർവികസനം പുരോഗമിക്കുകയും ചെയ്താൽ പലസ്തീന്റെ സ്വയം നിർണയാവകാശത്തിനും അതുപോലെ രാഷ്ട്ര പദവിക്കും വിശ്വസനീയമായ ഒരു പാത തുറക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ പ്രമേയത്തിന് UN അംഗീകാരം ലഭിച്ചുവെങ്കിലും ഗാസയിലെ പ്രധാന കക്ഷികൾ ഈ പ്രമേയത്തെ അംഗീകരിക്കുന്നില്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതിൽ പ്രധാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിലപാടാണ്. US പ്രമേയം അംഗീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നെതന്യാഹു തന്റെ കടുത്ത നിലപാട് ആവർത്തിച്ചിരുന്നു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഏത് ശ്രമത്തെയും താൻ എതിർക്കുമെന്നും അത് ഹമാസിന് പ്രതിഫലം നൽകുന്നതിന് തുല്യമാവുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രമേയം നടപ്പിലാക്കുന്നതിൽ ഇസ്രായേൽ സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇത് വലിയ സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തു. പലസ്തീനിലെ സായുധ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസ് ഈ പ്രമേയത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. പ്രമേയം പലസ്തീൻ ജനതയുടെ രാഷ്ട്രീയ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ലെന്നും ഗാസയിൽ ഒരു അന്താരാഷ്ട്ര രക്ഷാകർതൃത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് ആരോപിച്ചു. അന്താരാഷ്ട്ര സേനയ്ക്ക് പ്രതിരോധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാനുള്ള അധികാരം നൽകുന്നത് സേനയുടെ നിഷ്പക്ഷത ഇല്ലാതാക്കുമെന്നും ഇത് ഇസ്രായേലിന് അനുകൂലമാകുമെന്നും ഹമാസ് പ്രസ്താവിക്കുന്നുണ്ട്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങില്ല എന്നും അവർ ആവർത്തിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രമേയം UN രക്ഷാസമിതിയിൽ പാസ്സാക്കിയെടുത്തത് ഒരു വലിയ നയതന്ത്രപരമായ വിജയം തന്നെയാണ്. ഇനി അറബ് പിന്തുണയാണ് ഇതിന്റെ. അൾജീരിയ, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, UAE തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര സേനയിലേക്ക് സൈനികരെ അയക്കാൻ തയ്യാറാണ് എന്ന് സൂചന നൽകിയിരുന്നു. എന്നാൽ അതിന് UN മാൻഡേറ്റ് അനിവാര്യമായിരുന്നു. ഈ ഒരു പ്രമേയം അംഗീകരിച്ചതോടെ സേന രൂപീകരിക്കുന്നതിനുള്ള വഴി തുറന്നു. ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിലെ ആദ്യഘട്ടം, ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, വെടിനിർത്തലൊക്കെ ഉൾപ്പെട്ട ആദ്യഘട്ടം നിലനിർത്താനും ഈ പ്രമേയം സഹായിക്കും. ഗാസയെ തീവ്രവാദത്തിന്റെ നിഴലിൽ നിന്ന് മോചിപ്പിച്ച് പുരോഗതിയിലേക്ക് നയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് US പ്രമേയത്തിന് പിന്നിലുള്ളത്. എന്നാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിർപ്പും ഹമാസിന്റെ പൂർണ്ണമായ നിഷേധവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് ഗാസയിൽ എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും? ഈ സമാധാന പദ്ധതി ലക്ഷ്യത്തിലെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.